जब इंसान को बाप की कुव्वत का अंदाज़ा हुआ तो उसने बाप से चलने वाला इंजन बना लिया. जब എപ്പോൾ ഇൻസാൻ കോ മനുഷ്യന് ഭാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവി, ഭാപ്പ് കി കുവ്വത്ത് കാ നീരാവിയുടെ ശക്തിയുടെ, അന്താസ അനുമാനം, അന്താസ പറഞ്ഞാൽ അനുമാനം എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഉണ്ടെന്ന് തോന്നൽ. അന്താസ ഹുവാത്തോ അങ്ങനെ ഒരു അനുമാനം ഉണ്ടായപ്പോൾ, അതായത് നീരാവിക്ക് നല്ല ശക്തി ഉണ്ട് എന്ന് ഉള്ളൊരു തോന്നലുണ്ടായപ്പോൾ ഉസ്നെ ഭാപ്പ് സേ ചലനെ വാല എഞ്ചിൻ ബനാലിയ, അവൻ നീരാവിയാൽ ചലിക്കുന്ന, ഓടുന്ന, സഞ്ചരിക്കുന്ന, ചലനവാലാണ് സഞ്ചരിക്കുന്ന എഞ്ചിൻ ബനാലിയ ഉണ്ടാക്കി. അപ്പോൾ നീരാവി കൊണ്ട് സഞ്ചരിക്കുന്ന എഞ്ചിൻ അവൻ ഉണ്ടാക്കി. जेम्स वाट नाम के एक आदमी ने इस इंजन में कई तब्दीलियाँ की. ഈ ഒരു എൻജിനിൽ ജെയിംസ് വാട്ട് എന്നുള്ള ആൾ, ജെയിംസ് വാട്ട് എന്നുള്ള പേരുള്ള ഏക ആദ്മി ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ ഇസ് എൻജിൻ മേ ഈ എൻജിനിൽ കഈ ഒരുപാട്, കഈ പറഞ്ഞാൽ ഒരുപാട്, തബ്ദീലിയാ മാറ്റങ്ങൾ, കീ ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നർത്ഥം. അവർ പിന്നെ സാബിത്ത് കർദിയ ഈ കാര്യം സ്ഥിരപ്പെടുത്തി. ഖേ എന്താ സ്ഥിരപ്പെടുത്തിയത്? ഭാപ്പ് की कुव्वत से कम वक्त में बहुत सा काम लिया जा सकता है. ഭാപ്പ് की कुव्वत से നീരാവിയുടെ ശക്തിയാൽ, കം വക്ത് മേ കുറഞ്ഞ സമയത്ത്, ബഹുത് സാ കാം ലിയാ ജാ സക്താ ഹെ ഒരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. കാം ലിയാ ജാന എന്നാൽ ഒരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കാൻ സക്താ ഹെ കഴിയുന്നു. ലോകോന്നെ ജനങ്ങൾ സോച്ച ചിന്തിച്ചു. ഖേ എന്താ അവർ ചിന്തിച്ചത്? ജബ് ഏക് ജഗ രഖ് കർ ഇസ് എൻജിൻ സെ കാം ലിയാ ജാ സക്താ ഹെ തോ उसकी मदद से पहिए को भी ज़्यादा तेज़ी से चलाया जा सकता है. എന്താണെന്ന് വെച്ചാൽ ജബ് എപ്പോൾ ഏക് ജഗ രഖ് കർ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇസ് എൻജിൻ സെ കാം ലിയാ ജാ സക്താ ഹെ തോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇസ് എൻജിൻ സെ ഈ ഒരു എൻജിനിൽ നിന്ന് കാം ലിയാ ജാ സക്താ ഹെ തോ ഉപകാരം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, കാം ലേന ജാ സക്ന നമ്മൾ പറഞ്ഞ നേരത്തെ ഉപകാരം നേടിയെടുക്കാൻ സാധിക്കാന്ന്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തോ അപ്പോൾ ഇസ്കി മദദ് സെ ഇതിൻ്റെ സഹായത്താൽ, പഹിയെ കോ ബി ചക്രത്തെയും, പഹിയർണം എന്നല്ല പറഞ്ഞു ചക്രം, പഹിയെ കോ ബി ചക്രത്തെയും ജിയാദ തേസി സെ ചലായ ജാ സക്താ ഹെ കൂടുതൽ വേഗത്തിൽ ഓടിപ്പിക്കുന്നു എന്ന് അവർ ഈ ഒരു കാര്യം ചിന്തിച്ചു. ജിയാദ തേസി എന്നാൽ കൂടുതൽ വേഗത്തിൽ, ചലായ ജാ സക്താ ഹെ അതിനെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്നു, സക്താഹെ കഴിയുന്നു. 18वीं सदी के आखिर में 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അതായത് 1790കളിൽ നടത്തും. ആഖിർ മേ ഇൻസാൻ നെ ഇസ് ഹയാൽ കോ ബി സച്ച് കർ ദിക്കായ, മനുഷ്യൻ ഈ ഒരു ചിന്തയെയും സത്യമാക്കിയിട്ട് കാണിച്ചു. അവർ സടക്കോं पर भाप की ताकत से चलने वाली मोटर गाड़ियाँ दिखाई देने लगे. അങ്ങനെ സടക്കോംപർ റോഡുകളുടെ മേലെ ബാപ്പ് കി തോക്കത്ത് സെ നീരാവിയുടെ ശക്തിയാൽ ചലനെ വാലി ചലിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ ദിക്കായി ദേനെ ലഗെ കാണപ്പെടാൻ തുടങ്ങി. जेम्स वाट बाप के इंजन से गाड़ी खींचने का काम लेना चाहता था. जेम्स वाट बाप के इंजन से നീരാവിയുടെ എൻജിൻ കൊണ്ട്, ഗാഡി പറഞ്ഞാൽ മറ്റേ ട്രെയിനിൻ്റെ അതില്ലേ, ഗാഡി പറഞ്ഞ വാഹനം, അതേമാതിരി തന്നെ ട്രെയിനിൻ്റെ ഇതിന് പറയും ബോഗിക്ക്, ഗാഡി കീഞ്ചിനെ, അപ്പോൾ തീവണ്ടിനെ കീഞ്ചിനേക്കാ ബി കാം ലേന ചാഹത്താത്ത അതിനെ വലിക്കുന്ന ഒരു ഉപകാരം എടുക്കാനും കൂടി ഉദ്ദേശിച്ചിരുന്നു. ലേക്കിൻ ബൂഢാ ഹോനേക്ക് വജാസെ അദ്ദേഹം വയസ്സായത് കാരണത്താൽ അദ്ദേഹത്തിന് ഇസ് കാം കോ പൂര കർണേക്കാ വക്ത് നമിൽ സക്കാ, അദ്ദേഹത്തിന് ഈ ഒരു ജോലി അദ്ദേഹത്തിന് ഇസ് കാം കോ ഈ ഒരു ജോലിയെ പൂര കർണേക്കാ വക്ത് പൂർത്തിയാക്കാനുള്ള സമയം നമിൽ സക്ക
ന മിൽ സക്ക, അദ്ദേഹത്തിന് അത് കിട്ടാൻ സാധിച്ചില്ല, എന്നാൽ കിട്ടിയില്ല. അവർ ഉസ്കാ ഇന്തിക്കാൽ ഹോ ഗയ, അദ്ദേഹത്തിൻ്റെ മരണം ഹോ ഗയ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത് കാരണത്താൽ പിന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജെയിംസ് വാട്ട് കാ ഏക് സാത്തി, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ആരെ, ഫിൽട്ടൺ, ഇസ് എഞ്ചിൻ സെ ബി പാനി മേ കസ്തി ചലാനാ കി ചാഹതാ താ. ഫിൽട്ടൺ ഇസ് എഞ്ചിൻ സെ, ഈ ഒരു എഞ്ചിനിൽ നിന്ന് പാനി മേ വെള്ളത്തിൽ, കസ്തി തോണി, ചലാനെ തോണി സമയത്തിന് ബോട്ടിനൊക്കെ പറയും കസ്തി, അത് ചലിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ചാഹതാ താ. പഹലെ തോ ലോഗോൻ നെ ഫിൽട്ടൺ കെ ഇസ് ഖയാൽ കാ മസാഖ് ഉഡായ. ആദ്യമൊക്കെ ജനങ്ങൾ ഫിൽട്ടൻ്റെ ഈ ഒരു ചിന്തയെ കളിയാക്കി, മസാഖ് ഉഡാന കളിയാക്കി. ലേക്കിൻ, അപ്പോൾ ആദ്യമൊക്കെ ജനങ്ങൾ ഈ ഒരു ചിന്തയെ കളിയാക്കി. ലേക്കിൻ പക്ഷേ ഉനെ, അദ്ദേഹത്തിന് ഉസ് വക്ത് ബഹുത്ത് തഅജ്ജുബ് ഹുവ. അത് ഉനെ എന്നാൽ അവർക്ക്, ജനങ്ങൾക്ക് ഉനെ ഉസ് വക്ത്, ആ ഒരു സമയം ബഹുത്ത് തഅജ്ജുബ് ഹുവ, വളരെയധികം അത്ഭുതമുണ്ടായി. ജബ് എപ്പോൾ, ഫിൽട്ടനെ സച്ച് മുച്ച് ബാപ്പ് കെ എൻജിൻ സെ പാനി മേ കസ്തി ചലാക്കർ ദിക്കാ ദി. സച്ച്മുച്ച് യഥാർത്ഥത്തിൽ ബാപ്പ് കെ എൻജിൻ സെ, നീരാവിയുടെ എൻജിനിൽ കൊണ്ട്, പാനിമേ കസ്തി, പാനിമേ വെള്ളത്തിൽ, കസ്തി ചലാക്കർ ബോട്ട് എന്ത് ചെയ്തിട്ട് ഓടിച്ചിട്ട്, ദിക്കാതി കാണിച്ചാണ്ട് കൊടുത്തു. അബി എൻജിൻ സെ ഗാഡി കീഞ്ചിനേക്കാ കാം ബാക്കി താ. ഇപ്പം ഇനി എന്ത് ബാക്കിയുണ്ട്, തീവണ്ടിൻ്റെ ഇത് കൂടി എന്ത് ചെയ്യണം, അത് വലിക്കുന്ന ഒരു എൻജിനും കൂടി നമുക്ക് ഉണ്ടാക്കണം. എന്തുകൊണ്ട്, ബാപ്പ് കൊണ്ട്, നീരാവി ഉണ്ട് അല്ലേ, അതും കൂടി ഉള്ളു ബാക്കി. ഈ ഒരു ജോലി ജോർജ് സ്റ്റീഫൻസനെ പൂരാക്കർ ദിക്കായ, ഈ ഒരു ജോലി ജോർജ് സ്റ്റീഫൻസനെ പൂർത്തിയാക്കി കാണിച്ചു. ഉസേ യക്കീൻ, അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, കെ ബാപ്പ് കാ എൻജിൻ ഗാഡിയോങ്കോ കീഞ്ച് സക്താ ഹെ, നീരാവിയുടെ എൻജിന്, ഗാഡിയോ എന്ന് പറഞ്ഞാൽ തീവണ്ടികളെ, കീഞ്ച് സക്താ ഹെ, അതിനെ വലിക്കാൻ സാധിക്കുമെന്ന്. ആഖിർക്കാർ, അവസാനമായിട്ട്, ഉസ്നെ ഐസ എൻജിൻ ബനാ ഹി ലിയ, അദ്ദേഹം ഇങ്ങനൊരു എൻജിൻ ഉണ്ടാക്കി, ജിസ്സെ ഗാഡി കീഞ്ചിന് ജാ സക്തി തി, അതിനാൽ എന്ത് ചെയ്യുന്നു, തീവണ്ടി വലിക്കപ്പെട്ട് പോകുന്നു എന്നർത്ഥം. കീഞ്ചിന് ജാ സക്തി തി എന്നാൽ വലിക്കപ്പെടാൻ സാധിച്ചിരുന്നു എന്നാൽ, അങ്ങനത്തെ ഒരു എൻജിനും ആരുണ്ടാക്കി, ജോർജ് സ്റ്റീഫൻസനെ ഉണ്ടാക്കി. ഗാഡി, തീവണ്ടി, കീഞ്ചിനി ജാ സക്തി തി, അതിനെ വലിക്കപ്പെടാൻ സാധിച്ചിരുന്നു, അങ്ങനത്തെ ഒരു എൻജിൻ. ബാപ്പ് കാ യേ എൻജിൻ പഹ്ലേ ബാർ കോയിലെ की गाड़ी खींचने के काम में लाया गया. ഈ നീരാവിയുടെ ഈ ഒരു എൻജിന് ആദ്യമൊക്കെ, പഹലി പറഞ്ഞാൽ ആദ്യ പ്രാവശ്യം, കോയില പറഞ്ഞാൽ കൽക്കരിയുടെ ഗാഡി, കൽക്കരിയുടെ വാഹനങ്ങൾ, തീവണ്ടികൾ, കീഞ്ചിനേക്ക് കാമേ ലായ ഗയ, അത് വലിക്കുന്ന ആ ഒരു ജോലിയിലായിരുന്നു കൊണ്ടുവരപ്പെട്ടത്. ജോർജ് സ്റ്റീഫനെ സോച്ച, ജോർജ് സ്റ്റീഫൻസൺ ചിന്തിച്ചു, അബ് ഐസ എൻജിൻ ബനാനാ ചാഹിയേ, ഇപ്പോൾ ഇങ്ങനൊരു എൻജിനും കൂടി ഉണ്ടാക്കണം. ജോ സവാരി ഗാഡിയാമ്പി കീഞ്ചിനി സക്കെ, സാധാ യാത്രക്കുള്ള തീവണ്ടികൾ കൂടി എന്ത് ചെയ്യുന്ന, വലിക്കുന്ന എൻജിൻ ഉണ്ടാക്കാൻ അദ്ദേഹം വിചാരിച്ചു. ഇസ് മർത്തബ ഉസ്നെ പഹ്ലേസെ കഹി അച്ഛ എൻജിൻ ബനായ, അങ്ങനെ ഇപ്രാവശ്യം അദ്ദേഹം പഹ്ലേസെ ആദ്യത്തിനെക്കാട്ടി കഹി എവിടെയുമുള്ള അച്ഛ എൻജിൻ ബനായ, ഏറ്റവും നല്ല എൻജിൻ ഉണ്ടാക്കി. इंजन के पीछे सवारों से भरी कोई गाड़ी भी लगा दी, അങ്ങനെ എൻജിൻ്റെ പിറകിൽ സവാറോൻസെ യാത്രക്കാരാൽ ഭരി നിറഞ്ഞ കോയി ഏതോ ഗാഡി ബി ലഗാദി, ഒരു ഗാഡി കൂടി എന്ത് ചെയ്തു, ചേർത്തു. ഗാഡി എന്നാൽ നമ്മൾ പറഞ്ഞു ബോഗിക്ക് പറയും, തീവണ്ടിക്ക് പറയും, വാഹനത്തിനൊക്കെ പറയും, അത് ചേർത്ത് കൊടുത്തു. ഒരു തീവണ്ടി കൂടി ചേർത്ത് കൊടുത്തു. അവർ ഫിർ പിന്നെ ഉസ്നെ ഉസ് ഗാഡി കോ ചലാക്കർ ദിക്കായ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ആ ഒരു തീവണ്ടിയെ ഓടിച്ചണ്ട് കാണിച്ചെടുത്തു. പഹലി റെയിൽ ഗാഡി തീ, ഇതായിരുന്നു ആദ്യത്തെ റെയിൽ ഗാഡി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തീവണ്ടി ഇതായിരുന്നു. ഇനി അടുത്ത് പറക്കാനും കൂടിയുണ്ട്. ഇൻസാൻ കോ യേ ഖയാൽ ബഹുത്ത് ദിൻ സേ താ, മനുഷ്യന് ഈ ഒരു ചിന്ത ഒരുപാട് കാലം ഉണ്ടായിരുന്നു. കെ പരിന്തോ കി തൊറ വോ ബി ഹവാമേ ഉഡ് സക്താ ഹെ, എന്താ വെച്ചാൽ പക്ഷികളുടെ പോലെ അവൻക്കും ആ വായുവിൽ പറക്കാൻ സാധിക്കുമെന്ന്. കഹാ ജാതായ, പറയപ്പെട്ടിട്ടുണ്ട്, കെ ഏക് ബാർ ഉസ് നെ പരിന്തോ കി ബഹുത്ത്
ഉസ്നെ അവൻ ഒരു പ്രാവശ്യം ഉസ്നെ അവൻ പരിന്തോക്കെ പക്ഷികളുടെ ബൗത്ത് സെ പർ ഒരുപാട് ചിറകുകളെ തൂവലുകളെ പറഞ്ഞ തൂവല് അല്ലെങ്കിൽ ചിറക് അതൊക്കെ ജമക്കി ഒരുമിച്ച് കൂട്ടി അവർ ഉനെ അപ്പിനെ ബാസുവോങ്സെ ബാന്ത് കർ തൻ്റെ 2 കൈകളിൽ അത് കെട്ടിയിട്ട് ഊഞ്ചായിസെ കോതുക്കർ ഉടനേക്ക് കോശിഷ് കി ഊഞ്ചായിസ ഉയർച്ചയിൽ നിന്ന് കോതുക്കർ ചാടിയിട്ട് ഉടനേക്ക് പറക്കുന്നതിൻ്റെ കോശിഷ് കി എന്ത് കോശിഷ് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നർത്ഥം ലേക്കിൻ അപ്പനി ഉസ് പഹലി കോശിഷ് മേ ഓ നാക്കാം രഹ പക്ഷെ അവൻ്റെ ആദ്യത്തെ ആ ഒരു പരീക്ഷണത്തിൽ അവൻ എന്ത് ചെയ്തു നാക്കാം പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്തവനായി അതായത് വിജയിച്ചില്ല എന്നർത്ഥം അവർ ജമീൻ പർ ആഗിറ ഭൂമിയുടെ മേൽ വന്ന് വീണു ഫിർബി ഇൻസാനെ ഹിമ്മത്ത് നെഹി ഹാരി വീണ്ടും അവൻ്റെ ആ മനക്കരുത്ത് എന്തായില്ല തോറ്റുപോയില്ല ഹാറാണ് തോൽക്കുക അവൻ്റെ മനക്കരുത്ത് തോറ്റില്ല അവർ ഹവാമേ ഉടനെ കേലിയെ അങ്ങനെ വായുവിൽ അന്തരീക്ഷത്തിൽ ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി ഉസ്നെ അപ്പിനി കോശിഷേ ബറാബർ ജാരി രഖേ അങ്ങനെ അവൻ്റെ പരിശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു ജാരി രഖാന്നാൽ തുടർന്നുകൊണ്ടേയിരുന്നു ആഖിർക്കാർ അവസാനമായിട്ട് 1903 ईस्वी में 1903 दो अमरीकी भाई विल्बर റൈറ്റ് ഓർവിൽ റൈറ്റ് അങ്ങനെ ഈ 2 സഹോദരന്മാർ ദോ അമരീക്കി ഭായ് 2 അമേരിക്കൻ സഹോദരന്മാർ എന്തൊക്കെ പേര് വിൽബർ റൈറ്റ് അവർ പിന്നെ ഓർവിൽ റൈറ്റ് ഈ ഏക്ക് ഐസി മെഷീൻ ബനാനെ മേ കാമിയാബ് ഹോ ഗയി അവർ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു ജോ പെട്രോൾ കി മദദ് സെ എങ്ങനെയുള്ള പെട്രോൾ കി മദദ് സെ പെട്രോളിൻ്റെ സഹായത്താൽ ഉഡ് ശക്തി തി അത് പറക്കാൻ സാധിച്ചിരുന്നു അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു ഉൻ ദോനോ ഭായിയോ കി ഖുഷി കി ഉസ് വക്ത് ഇന്തിഹാ ന രഹി അവർക്ക് ആ സമയത്ത് സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഇൻ ദോനോ ഭായിയോ കി ആ 2 സഹോദരന്മാർക്ക് ഖുഷിക്ക് സന്തോഷത്തിൻ്റെ ഉസ് വക്ത് ഇന്തിഹ എന്ന രഹി അവർക്ക് ആ സമയത്ത് സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഇന്തിഹാന് അവസാനമില്ലായിരുന്നു ജബ് ഉനോനെ അവർ 1908 ईस्वी में 1908 हवाई जहाज़ उड़ाकर यह साबित कर दिया ഹവായി ജഹാസ് വിമാനം ഉടാക്കർ പറത്തിച്ചിട്ട് സാബിത്ത് കർ ദിയ ഈ കാര്യം സ്ഥിരപ്പെടുത്തി എന്തെന്നാൽ ഇൻസാൻ ഹവാമേ ബി സഫർ കർ സക്താ ഹേ മനുഷ്യനെ അന്തരീക്ഷത്തിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ജനങ്ങൾക്ക് അത് സ്ഥിരപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷത്തിന് ആ 2 സഹോദരന്മാർക്ക് ഉള്ള സന്തോഷത്തിന് അതിരില്ലായിരുന്നു इस तरह ഇതുപോലെ ഇൻസാനെ മനുഷ്യൻ ജമീൻ ഭൂമി പാനി വെള്ളം और हवा में വായുവിലൊക്കെ സഫർ करने के लिए 72 से 72 ज़राए भी पैदा कर लिए हैं 72 से സഫർ करने के लिए യാത്ര ചെയ്യാൻ വേണ്ടി 72 से 72 ബെറ്റർ ആയിട്ടുള്ള വളരെ നല്ല ഏറ്റവും നല്ല ജറായ് മാർഗങ്ങൾ ജറായ് എന്ന ജരിയൻ്റെ ജറായ് മാർഗങ്ങളും പൈദാ കർലിയേ ഹൈ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പൈദാ കർലാനാൽ അവന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു സച്ച് ഹേ ഇതൊരു സത്യമാകുന്നു എന്താണെന്ന് വെച്ചാൽ കോശിഷ് കർത്തേ രഹനെ സെ ഇൻസാൻ ബഹുത്ത് കുച്ച് കർ സക്താ ഹേ കോശിഷ് കർത്തേ രഹനെ സെ പരിശ്രമം ചെയ്യുന്നതിൽ നിന്ന് ഇൻസാൻ മനുഷ്യൻ ബഹുത്ത് കുച്ച് കർ സക്താ ഹേ ഒരുപാട് കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് വളരെ ഉഷാറായിട്ട് പഠിക്കുക പിന്നെ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി